BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മന്ത്രിസ്ഥാനമേറ്റ സണ്ണി ജോസഫ് KPCC അധ്യക്ഷ പദവി ഒഴിയുന്നതോടെ പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായിരിക്കുകയാണ്. 5 ലോക്സഭാംഗങ്ങളും ഒരു MLAയും രംഗത്തുള്ള മത്സരത്തിൽ 8 തവണ ലോക്സഭാംഗവും നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റുമായ കൊടിക്കുന്നിൽ സുരേഷിന് മുൻതൂക്കമുണ്ടെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ദളിത് വിഭാഗത്തിൽ സംസ്ഥാന കോൺഗ്രസിന്റെ പരമോന്നത സംഘടനാ പദവി നൽകണമെന്ന വിലയിരുത്തലും അദ്ദേഹത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ലോക്സഭാംഗങ്ങളായ ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ ആന്റണി എന്നിവരും രംഗത്തുണ്ട്. MLAമാരിൽ നിന്ന് മാത്യു കുഴൽനാടൻ മാത്രമാണ് സജീവ പരിഗണനയിലുള്ളത്. സംഘടനാ പരിചയം, ഗ്രൂപ്പ് സന്തുലനാവസ്ഥ, സാമൂഹിക സമവാക്യങ്ങൾ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം എന്നിവ കണക്കിലെടുത്താണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിസഭ, KPCC അധ്യക്ഷൻ എന്നീ അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ സാമൂഹിക സന്തുലനാവസ്ഥ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ KPCC അധ്യക്ഷനാക്കുന്നത് ശക്തമായ രാഷ്ട്രീയ സന്ദേശമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അധ്യക്ഷ സ്ഥാനത്തിനായുള്ള ചരടുവലികൾ ഡൽഹിയിലേക്കും നീങ്ങിയിട്ടുണ്ട്. വിവിധ ഗ്രൂപ്പുകളും നേതാക്കളും തങ്ങളുടെ നിലപാടുകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദീർഘകാല പാർലമെന്ററി പരിചയം, സംഘടനാ രംഗത്തെ സജീവ സാന്നിധ്യവും സാമൂഹിക പ്രാതിനിധ്യവും കണക്കിലെടുക്കുമ്പോൾ കൊടിക്കുന്നിൽ നിലവിൽ മേൽക്കൈയുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. 2021 കെ സുധാകരൻ KPCC അധ്യക്ഷനായതിനു ശേഷം സംസ്ഥാന കോൺഗ്രസ് സംഘടനയിൽ വലിയ മാറ്റങ്ങളുണ്ടായത്. UDF അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ സംഘടനയെയും സർക്കാരിനെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച അന്തിമ തീരുമാനം ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്നാണ് സൂചന. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.